ഹലോ ഓൾ വെൽക്കം ടു എംഫേവർ ലേണിംഗ് ആപ്പ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഇന്നേക്ക് ഡേറ്റ് ഒക്ടോബർ 10. സോ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നമ്മളുടെ എംഫേവർ ലേണിംഗ് ആപ്പിലെ പ്ലാറ്റ്ഫോമിലോട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളെ ജൂനിയർ അക്കൗണ്ടൻറ്റ് കോഴ്സസ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് 5 ഡേയ്സ് ആയി. സോ ഇനി ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഡെയിലി ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു ക്രാക്ക് ദ എക്സാം. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിട്ട് എല്ലാവരോടും ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഹായ് നയന, അമല. സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മളിപ്പം മൺഡേ തൊട്ടിട്ടുള്ള ക്ലാസ്സസ് ഓരോന്നും വൃത്തിയായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതിന് കൂടെ തന്നെ ഒരു ഫോൾഡർ, ജൂനിയർ അക്കൗണ്ടിൻ്റെ ഫോൾഡർ ഓപ്പൺ ആക്കുക, എല്ലാ നോട്ട്സും ഡൗൺലോഡ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളൊരു നോട്ട്സ് റെഡിയാക്കി വെക്കുക. ഓക്കെ, ബിക്കോസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്തും. ഇപ്പോൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുക, അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതൊരിക്കലും ഇങ്ങനെ ഒരു നല്ലൊരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. ഇതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ്, PSC ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ എംഫേവർ ലേണിംഗ് ആപ്പിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഒന്നും കൂടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഓരോ ടോപ്പിക്ക് എടുത്താലും വളരെ ഡീപ്പായി പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊപ്പം തന്നെ ആരും മിസ്സാവാതെ 100% അറ്റൻഡൻസോട് കൂടെ എല്ലാ ലൈവ് ക്ലാസ്സും കറക്റ്റായി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റാണ് പാർട്ട്ണർഷിപ്പ് ആണ്. സോ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടെ ആക്ച്വലി 2 or more പേഴ്സൺ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ. സോ അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളത്. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ട്ണറും അവിടെ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാപിറ്റൽ, സ്കില്ല് അല്ലെങ്കിൽ ലേബർ. ഓക്കെ, അപ്പോൾ മെയിൻ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബിസിനസ്സിലെ. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ഫോമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ 2 or more പേഴ്സൺ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ടുഗദറായിട്ട് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ. അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ എഗ്രി ചെയ്യുക, പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും ലോസ് ഷെയർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ട്ണറും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ, സ്കില്ല്, ലേബർ ആണ്. സോ അവരുടെ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടും കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടെ 2 or more പേഴ്സൺ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ. സോ അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. സോ അവർ എഗ്രി ചെയ്യണം പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതും ലോസ് ഷെയർ ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഓരോ പാർട്ട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റലും സ്കില്ലും ലേബറും ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. 2-ൽ കൂടുതലുള്ള പേഴ്സൺ ആയിരിക്കും ജോയിൻ ചെയ്യുക ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ. അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതേപോലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക, ലോസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പാർട്ട്ണറും ക്യാപിറ്റൽ, സ്കില്ല്, ലേബർ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ജിലിഷ, അനശ്വര, ജസ്ന, ജയലക്ഷ്മി, അപർണ, കൃഷ്ണപ്രിയ, അമല, നയന. ഓക്കെ, സോ നമുക്കിനി അടുത്തത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ നോക്കാം. പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, അതായത് സെക്ഷൻ 4 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത്
പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ആണ്. ഒരു എഗ്രി ചെയ്യണം ബിസിനസ്സിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും. ആ ബിസിനസ് ആരാ ക്യാരി ചെയ്യണം? ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും ആണ്, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ ആണ്. മനസ്സിലായോ? അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എഗ്രി ചെയ്യും പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ബിസിനസ്സിൽ. സോ അതെല്ലാവരും ആയിരിക്കും ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ എനി ഓഫ് ദം വേറെ ആരെങ്കിലും ആണ് എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ? ഒരു പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പ് ആണ്. സോ അവർ എഗ്രി ചെയ്യും പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും ബിസിനസ്സിൽ. അതെല്ലാവരും ക്യാരി ചെയ്യും, അല്ലെങ്കിൽ എനി ഓഫ് ദം അതിന് വേണ്ടി ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് പ്രകാരമാണ് ഡെഫിനിഷൻ? സെക്ഷൻ 4 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഡിഫൈൻ ചെയ്തത് ഓരോ ടേംസും എന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. 2 or more പേഴ്സൺ തമ്മിൽ എന്തായാലും എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ ബിസിനസ് എന്ന് വെച്ചാൽ പർപ്പസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ടു ക്യാരി ഓൺ സം ലോഫുൾ ബിസിനസ്. അതായത് പാർട്ട്ണർഷിപ്പിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലോഫുൾ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ അടുത്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ പാർട്ട്നേഴ്സ് എഗ്രി ചെയ്യണം പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും ലോസ് ഷെയർ ചെയ്യാനും എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. അതാണ് പാർട്ട്നേഴ്സ് എഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ്. പാർട്ട്നേഴ്സ് എഗ്രി ചെയ്യണം പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ. ഓക്കെ, അടുത്തതാണ് മ്യൂച്വൽ ഏജൻസി ആണ്. അപ്പോൾ ബിസിനസ് ആരാ ക്യാരി ചെയ്യണേ പറഞ്ഞാൽ ക്യാരിഡ് ഓൺ ബൈ ഓൾ, ബിസിനസ് എല്ലാവരും ആണ് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി ആക്ട് ചെയ്യും. ദിസ് മീൻസ് എവരി പാർട്ട്ണർ ഈസ് ആൻ ഏജന്റ്. അപ്പോൾ ഇതിനർത്ഥം വന്നിട്ട് എല്ലാ പാർട്ട്ണർ എന്ന് പറയുന്നത് ഏജന്റ് ആണ്, പ്രിൻസിപ്പൾ ആണ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ട? പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദർ മസ്റ്റ് ബി ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ 2 or more പേഴ്സൺ തമ്മിൽ. അതേപോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ ലോഫുൾ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ അടുത്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് വന്നിട്ട് എഗ്രി ചെയ്യണം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ബിസിനസ്സിൽ. പ്രോഫിറ്റും ലോസസും ഷെയർ ചെയ്യാൻ വന്നിട്ട് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിരിക്കണം. മ്യൂച്വൽ ഏജൻസി എന്ന് വെച്ചാൽ ബിസിനസ് വന്നിട്ട് ക്യാരി ചെയ്തിരിക്കുന്ന എല്ലാവരും ആണ്, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ട് ചെയ്യും. ദിസ് മീൻസ് എവരി പാർട്ട്ണർ എന്ന് പറയുന്നത് ഏജന്റ് ആണ്, പ്രിൻസിപ്പൾ ആണ് ഫേമിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം എഗ്രിമെന്റ് എന്ന് വെച്ചാൽ 2 or more പേഴ്സൺ 2 or more പേഴ്സൺ എഗ്രിമെന്റ് ഉണ്ടാകും. ബിസിനസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ ലോഫുൾ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് വന്നിട്ട് എഗ്രി ചെയ്യും ഇത്ര പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്ന്, ഇത്ര ലോസ് ഷെയർ ചെയ്യണമെന്ന് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്യും. മ്യൂച്വൽ ഏജൻസി എന്ന് വെച്ചാൽ ബിസിനസ് ക്യാരി ചെയ്യുന്നത് എല്ലാവരും ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അതിനു വേണ്ടി ആക്ട് ചെയ്യും. ഇതിന് അർത്ഥം ഓരോ പാർട്ട്ണറും ബിസിനസ്സിലെ പ്രിൻസിപ്പളും ഏജന്റും ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിലോട്ട് പോകാം. ഓക്കെ, മോനിഷ, ജസ്ന, ജിഷ, ജിലിഷ, ജിജിഷ, അനശ്വര, ജയലക്ഷ്മി, അപർണ, കൃഷ്ണപ്രിയ, അമല, നയന, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി ഓരോന്നും റെഡിയാക്കി ഇരിക്കണേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഫസ്റ്റ് വൺ ആണ് എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺ. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുക പറഞ്ഞാൽ എഗ്രിമെന്റിലൂടെയാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുക. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓറലും ഉണ്ട് റിട്ടണും ഉണ്ട്, അത് പാർട്ട്നേഴ്സ് തമ്മിൽ എമംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ എന്താണ് എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് ഫോംഡ് ബൈ ആൻ എഗ്രിമെന്റ് ആണ്, എഗ്രിമെന്റിലൂടെയാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് എഗ്രിമെന്റ് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ഓറലും ഉണ്ട്, ഒന്ന് റിട്ടണും ഉണ്ട്. അത് ആര് തമ്മിലാന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് തമ്മിലാണ്. അപ്പോൾ എന്താണ് പാർട്ട്നേഴ്സ് ഈസ് ഫോംഡ് ബൈ ആൻ എഗ്രിമെന്റ്. പാർട്ട്നേഴ്സ് എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് എങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ചാൽ എഗ്രിമെന്റിലൂടെയാണ്. ഓറലും ഉണ്ട് റിട്ടണും ഉണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ. ഓക്കെ, അടുത്താണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. മിനിമം 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ മാക്സിമം 50 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം ആസ് പെർ കമ്പനീസ് ആക്ട് 2030 പ്രകാരം. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പിൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്താണ്? മിനിമം 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം, മാക്സിമം 50 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം. ഓക്കെ,
അടുത്തതാണ് ലോഫുൾ ബിസിനസ് ആണ്. ബിസിനസ് എങ്ങനെ ക്യാരി ചെയ്യാന്ന് വെച്ചാൽ ബിസിനസ് ക്യാരിഡ് ഓൺ മസ്റ്റ് ബി ലീഗൽ. ബിസിനസ് ക്യാരി ചെയ്യുന്നത് മസ്റ്റ് ബി ലീഗൽ ആയിരിക്കണം. ആൻഡ് നോട്ട് ഫോർ ചാരിറ്റബിൾ ഓർ ഇല്ലീഗൽ പർപ്പസ്. അതായത് ചാരിറ്റബിളോ ഇല്ലീഗൽ പർപ്പസസിനാകരുത്. ബിസിനസ് ലീഗലായിട്ട് തന്നെ ക്യാരി ചെയ്തിരിക്കണം. ഓക്കെ, ലോഫുൾ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് ക്യാരിഡ് ഓൺ മസ്റ്റ് ബി ലീഗലായിട്ട് ബിസിനസ് വന്നിട്ട് ക്യാരി ചെയ്തിരിക്കണം. അല്ലാതെ ചാരിറ്റബിൾ പർപ്പസിനോ ഇല്ലീഗൽ പർപ്പസിനോ ചെയ്യരുത്. ഓക്കെ, അടുത്തതാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആണ്. നമ്മളിപ്പോൾ ബിസിനസ് ലോഫുള്ളായി ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആണ്. അതായത് പാർട്ട്നേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ലോസസ് വന്നിട്ട് ഷെയർ ചെയ്യും. എഗ്രീഡ് റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുക. ഓക്കെ, അതാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. മനസ്സിലായോ? പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ബിയർ ലോസസ് ഇൻ ദ എഗ്രീഡ് റേഷ്യോ. ഒരു എഗ്രീഡ് റേഷ്യോയിലാണ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ആണ് മ്യൂച്വൽ ഏജൻസി ആണ്. ഈച്ച് പാർട്ട്ണർ ഈസ് ബോത്ത് ആൻ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൾ. ഓരോ പാർട്ട്ണറും ഏജന്റും ആണ് പ്രിൻസിപ്പളും ആണ്. ഓക്കെ, അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, ആക്ട് ഓഫ് വൺ ബൈൻഡിങ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്താണ് ലീഗലി എൻഫോഴ്സിബിൾ കറക്റ്റായിട്ട് തന്നെ മ്യൂച്വലി ഒരു എഗ്രി ചെയ്തിട്ട് എന്തിരിക്കണം? ആക്ട് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. അതായത് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണലി ആൻഡ് ജോയിൻ്റ്ലി ലയബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് പേഴ്സണലായിട്ടും ജോയിൻ്റ്ലി ആയിട്ടും ബാധ്യസ്ഥതയായിരിക്കണം ഫേമിൽ എന്ത് ഡെപ്റ്റ് വന്നാലും. അതാണ് പാർട്ട്നേഴ്സ് ആർ പേഴ്സണലി ആൻഡ് ജോയിൻ്റ്ലി ലയബിൾ ഫോർ ഓൾ ഡെപ്റ്റ് ഓഫ് ദ ഫേം. ഫേമിൽ എന്ത് ഡെപ്റ്റ് ഉണ്ടായിരിക്കണം? പാർട്ട്നേഴ്സ് പേഴ്സണലി ജോയിൻ്റ്ലി ലയബിൾ ആയിരിക്കണം. ഓക്കെ, അതേപോലെ അടുത്തതാണ് കളക്റ്റീവ് മാനേജ്മെന്റ് ആണ്. ഓൾ പാർട്ട്നേഴ്സ് ഹാവ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. ഓക്കെ, എല്ലാ പാർട്ട്നേഴ്സിനും മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അൺലെസ് അതർവൈസ് എഗ്രീഡ്. ഓക്കെ, അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും എന്തുണ്ട്? റൈറ്റ് ഉണ്ട് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. അതായത് ഒരു റിട്ടേൺ എഗ്രിമെന്റിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും പാർട്ട്ണർഷിപ്പിൽ. അതാണ് റിട്ടേൺ എഗ്രിമെന്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അടുത്താണ് നോട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതായത് ഫേമും പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നോട്ട് സെപ്പറേറ്റ് അല്ല. അത് ആക്ച്വലി വൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ദേ ആർ ട്രീറ്റഡ് ആസ് വൺ ആണ്. നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് കണ്ടിന്യൂറ്റി ആണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഡിസോൾവ് ആയി പോകുക, ക്ലോസ് ആയി പോകുക എന്ന് വെച്ചാൽ ഡെത്ത് ആകുമ്പോൾ ക്ലോസ് ആവും. ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ അതായത് ഡെപ്റ്റ് വന്നിട്ട് കറക്റ്റായിട്ട് പേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അണേബിൾ ടു പേ ദ ഡെപ്റ്റ് ആണ് ഇൻസോൾവൻസി. അതേപോലെ റിട്ടയർമെൻറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷനാണ് പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി പോകുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഓരോന്നും വൃത്തിയായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? ആദ്യം നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്തിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺ ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റിലൂടെയാണ് ഫോം ചെയ്യുന്നത്. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ എന്ന് പറയുന്നത് ഓറൽ അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കും പാർട്ട്നേഴ്സ് തമ്മിൽ. നെക്സ്റ്റ് ആണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 പാർട്ട്നേഴ്സ് ഉണ്ട്, മാക്സിമം 50 പാർട്ട്നേഴ്സ് ഉണ്ട് ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം. നെക്സ്റ്റ് ആണ് ലോഫുൾ ബിസിനസ് ആണ്. ബിസിനസ് എങ്ങനെ ക്യാരി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഗൽ ആയിരിക്കണം ബിസിനസ് ക്യാരി ചെയ്യേണ്ടത്. അല്ലാതെ ചാരിറ്റബിളോ ഇല്ലീഗൽ പർപ്പസിനോ ബിസിനസ് ക്യാരി ചെയ്യില്ല. നെക്സ്റ്റ് ആണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതായത് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യും, ലോസസ് ബിയർ ചെയ്യും. ഒരു എഗ്രീഡ് റേഷ്യോയിലാണ് ചെയ്യുക. മ്യൂച്വൽ ഏജൻസിയാണ് നെക്സ്റ്റ്. ഈച്ച് പാർട്ട്ണർ എന്ന് പറയുന്നത് ഏജന്റും പ്രിൻസിപ്പളും ആണ്, അവർ ആക്ട് ചെയ്യും. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണലി ആൻഡ് ജോയിൻ്റ്ലി ലയബിൾ ആയിരിക്കണം എല്ലാ ഫേമിൻ്റെ എല്ലാ ഡെപ്റ്റിനും. അടുത്താണ് കളക്റ്റീവ് മാനേജ്മെന്റ് പറഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സിനും റൈറ്റ് ഉണ്ട് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. അതായത് റിട്ടേൺ എഗ്രിമെന്റിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് പാർട്ട്ണർഷിപ്പിൽ. അതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നെക്സ്റ്റ് ആണ് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് ഫേമും പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് അല്ല, അത് ആക്ച്വലി വൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഡിസോൾവ് ആകും? അത് ഡെത്ത് ആകുമ്പോൾ ഡിസോൾവ് ആകും, ഇൻസോൾവൻസി ആകുമ്പോൾ ഡിസോൾവ് ആകും, റിട്ടയർമെന്റ് ആകുമ്പോൾ എന്താണ്? ഡിസോൾവ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്? എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺ, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, ലോഫുൾ ബിസിനസ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, മ്യൂച്വൽ ഏജൻസി, അൺലിമിറ്റഡ് ലയബിലിറ്റി, കളക്റ്റീവ് മാനേജ്മെന്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കണ്ടിന്യൂറ്റി. ഇതാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? നീതു, കൃഷ്ണപ്രിയ, നയന, അപർണ, അമല, അനശ്വര, ജസ്ന, മോണിഷ, ജിജിഷ, അനശ്വര, കൃഷ്ണപ്രിയ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് എല്ലാവരും ആൻസർ അയക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് റിപ്ലൈ അയക്കുക. മനസ്സിലായോ?
അപ്പോൾ 1A 2B 3C അങ്ങനെ എല്ലാവരും റിപ്ലൈ ചെയ്യുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഡാഷ് ഹു എഗ്രി ടു ക്യാരി ഓൺ എ ബിസിനസ് ടുഗദർ ആൻഡ് ഷെയർ പ്രോഫിറ്റ്. ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഡാഷ്. ഓക്കെ, അസോസിയേഷൻ ഓഫ് എന്താണ് ഡാഷ് ടു അഗ്രി ടു ക്യാരി ഓൺ ബിസിനസ് ടുഗദർ ആൻഡ് ഷെയർ പ്രോഫിറ്റ്സ്. ഓപ്ഷൻ എ 1 person, ബി 2 or more person, സി എ കമ്പനി, ഡി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more person ആണ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് the agreement between partners may be option A oral only, B written only, C either oral or written, D compulsory in writing. അപ്പോൾ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മേ ബി ഓറൽ ആണ് അല്ലെങ്കിൽ റിട്ടേൺ ആണോ? അപ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ്. അതായത് ഡോക്യുമെന്റിൽ പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ ടേംസും ഉണ്ടാകും, അതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ബി പാർട്ട്ണർഷിപ്പ് ഡീഡ്, സി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡി പ്രോസ്പെക്ട്സ്. അപ്പോൾ ഒരു ഡോക്യുമെന്റിൽ പാർട്ട്ണർഷിപ്പിന്റെ ടേംസും കണ്ടീഷൻസും ഉണ്ടാകും. ആ ഡോക്യുമെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് ഒരു മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണെങ്കിലും എത്ര വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്തിരിക്കണം, എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എത്ര വേണം? ഓപ്ഷൻ എ 1, ബി 2, സി 3, ഡി 5. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2 ഉണ്ടായിരിക്കണം, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ക്യാരിങ് ഓൺ ബാങ്കിങ് ബിസിനസ്. അതായത് ബിസിനസ്സിൽ ബാങ്കിങ് ബിസിനസ് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്ര വേണമെന്നാണ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി നോ ലിമിറ്റ്. ഓപ്ഷൻ എ 10 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് പാർട്ട്ണർ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അതായത് എഗ്രിമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇൻ ക്യാപിറ്റൽ റേഷ്യോ, ബി ഈക്വലി, സി ആസ് പെർ സീനിയോറിറ്റി, ഡി ആസ് ഡിസൈഡ് ബൈ ദ മാനേജർ. അപ്പോൾ എങ്ങനെയാണ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുക? അതായത് ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുക, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി ഇഫ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴാണ് അലോ ചെയ്യുക? ഓപ്ഷൻ എ ഫേം ഏൺ പ്രോഫിറ്റ്, ബി ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്, സി ദ പാർട്ട്ണർ ഡിമാൻഡ് ഇറ്റ്, ഡി ഗവൺമെന്റ് അപ്രൂവ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എപ്പോഴാണ് അലോ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ് ഫ്രം പാർട്ട്നേഴ്സ് വെൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ട് എപ്പോഴാണ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വെൻ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ദേ ഇൻവെസ്റ്റ് മോർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ദേ വിഡ്രോ മണി ഫ്രം ദ ഫേം, ഓപ്ഷൻ സി ദേ ഗേവ് ലോൺ ടു ദ ഫേം, ഓപ്ഷൻ ഡി ദേ സെൽ അസറ്റ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എപ്പോഴാണ് ചാർജ് ചെയ്യാം? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ദേ വിഡ്രോ മണി ഫ്രം ദ ഫേമിലാണ്. മണി ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് എ പാർട്ട്ണർ ഗീവ് ലോൺ ടു ദ ഫേം ഹി ഈസ് എൻടൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് അറ്റ് ദാറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ്. ഒരു പാർട്ട്ണർ ലോൺ കൊടുത്തിട്ടുണ്ട് ഫേമിലോട്ട്, അപ്പോൾ അവർക്ക് എത്ര ഇൻട്രസ്റ്റ് ആണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ 5%, ബി 6%, സി 8%, ഡി 10%. എന്ന ആൻസർ ഓപ്ഷൻ ബി 6% ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗുഡ് വിൽ ഈസ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ടാഞ്ചിബിൾ അസറ്റ്, ബി എ ഫിക്റ്റീഷ്യസ് അസറ്റ്, സി ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡി ലയബിലിറ്റി. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തതാണ് ദാറ്റ് ഈസ് വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് യൂഷ്വലി സാക്രിഫൈസ് ദെയർ പ്രോഫിറ്റ് ഷെയർ ഇൻ ഫേവർ ഓഫ്. അതായത് ഒരു ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ഫേവർ ഓഫ് ആരുടെ പേർക്കാന്നാണ്. ഓപ്ഷൻ എ മാനേജർ, ബി ന്യൂ പാർട്ട്ണർ, സി ഗവൺമെന്റ്, ഡി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ന്യൂ പാർട്ട്ണർ ആണ്. ഒരു ന്യൂ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ചാൽ ന്യൂ പാർട്ട്ണറിന്റെ ഫേവറിനാണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ദെയർ പ്രോഫിറ്റ് ഷെയർ ഈസ് കോൾഡ്. അതായത് ഒരു റേഷ്യോ ഉണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് എങ്ങനെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഗെയിനിങ് റേഷ്യോ, ബി സാക്രിഫൈസിങ് റേഷ്യോ, സി ക്യാപിറ്റൽ റേഷ്യോ, ഡി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെ സാക്രിഫൈസ് ചെയ്യുക പ്രോഫിറ്റ് ഷെയർ? ദാറ്റ് ഈസ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ്
വെൻ എ പാർട്ട്ണർ റിട്ടയർ റിമൈനിങ് പാർട്ട്ണർ റേഷ്യോ ഈസ് കോൾഡ്. ഒരു പാർട്ട്ണർ റിട്ടയർ ആയി കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ എന്താണ് പറയുക? ഓപ്ഷൻ എ ഓൾഡ് റേഷ്യോ, ബി ന്യൂ റേഷ്യോ, സി സാക്രിഫൈസിങ് റേഷ്യോ, ഡി ഗെയിനിങ് റേഷ്യോ. അപ്പോൾ പാർട്ട്ണർ റിട്ടയർ ആയി കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട്ണറുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഗെയിനിങ് റേഷ്യോ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ്. റീവാലുവേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? അറ്റ് ദ ടൈം ഓഫ് ഓപ്ഷൻ എ അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഓപ്ഷൻ ബി ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഓൺലി. ഓപ്ഷൻ സി പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി. ഓപ്ഷൻ ഡി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് പാർട്ട്ണറാണ് എന്ത് ചെയ്യുക? നമ്മൾ റീവാലുവേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ് റേറ്റ്. അതായത് എഗ്രിമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് ചാർജ് ചെയ്യുക എന്നാണ്. ഓപ്ഷൻ എ 5%, ബി 6%, സി 0%, ഡി 10%. അപ്പോൾ എഗ്രിമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് ചാർജ് ചെയ്യുക? ഓപ്ഷൻ സി 0% ആണ്. ഓക്കെ. അടുത്തതാണ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് എമംഗ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എമംഗ് ആരൊക്കെയാണ്? ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ്, ബി പാർട്ട്നേഴ്സ്, സി ക്രെഡിറ്റേഴ്സ്, ഡി ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണേ? പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? എമംഗ് പാർട്ട്നേഴ്സ് ആണ്. ഓപ്ഷൻ ബി. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് ദ പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് എന്താണുള്ളതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ സാലറി, ബി കമ്മീഷൻ, സി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താണ് നൺ ഓഫ് ദ എബോവ് ആണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് വന്നിട്ട് സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എന്താ ഒന്നുമില്ല. ഓക്കെ, അതാണ് നൺ ഓഫ് ദ എബോവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഓൺ ഡെത്ത് ഓഫ് പാർട്ട്ണർ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എൻടൈറ്റിൽഡ് ടു. അതായത് പാർട്ട്ണർ ഡെത്ത് ആയി കഴിഞ്ഞാൽ ഓൺ ഡെത്ത് ഓഫ് പാർട്ട്ണർ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് എൻടൈറ്റിൽഡ് ടു. ദാറ്റ് ഈസ് ഓപ്ഷൻ ഓൺലി ക്യാപിറ്റൽ ബാലൻസ്, ഓൺലി പ്രോഫിറ്റ് ഷെയർ, സി ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ഡെത്ത്, ഡി നത്തിങ്. അപ്പോൾ എന്താണ്? പാർട്ട്ണർ ഡെത്ത് ആയി കഴിഞ്ഞാൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്താ റൈറ്റ് ഉള്ളത്? ബോത്ത് ക്യാപിറ്റലും ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ഡെത്തും. ഓപ്ഷൻ സി. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ദ റേഷ്യോ ഇൻ വിച്ച് പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് കോൾഡ്. അതായത് റേഷ്യോ ഉണ്ട് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗൈനിങ് റേഷ്യോ, ബി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സി സാക്രിഫൈസിംഗ് റേഷ്യോ, ഡി ക്യാപിറ്റൽ റേഷ്യോ. അപ്പോൾ എന്താണ്? പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബേസിലാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത പാർട്ട്ണർഷിപ്പ് ഈസ് ഗവേൺ ബൈ ദ ഓപ്ഷൻ എ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030, ബി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, സി കോൺട്രാക്ട് ആക്ട് 1872, ഡി സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഗവേൺ ബൈ എന്താണ്? ദാറ്റ് ഈസ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഓപ്ഷൻ ബി. ഓക്കെ. സോ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇതേപോലെ എൻ്റെ ഒപ്പം ചെയ്തു തന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നന്നായി പ്രാക്ടീസ് ആവുമേ. ഓക്കെ. അപർണ, നയന, അനശ്വര, രേഷ്മ, ആർദ്ര, കൃഷ്ണപ്രിയ, ദിലിജിത്ത്, നീതു, അനശ്വര. ഓക്കെ. മാക്സിമം നമ്പർ ഇൻ ബാങ്കിങ് ബിസിനസ് ആക്ച്വലി ഇപ്പം നമ്മൾ എങ്ങനെ നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ ഇപ്പം നമ്മൾ എന്താ ചോദിച്ചിരിക്കണേ? മാക്സിമം നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പറഞ്ഞുതരാവേ. ഓക്കെ, നോട്ട് ചെയ്തോളൂ. മാക്സിമം നമ്പർ വന്നിട്ട് ഇപ്പോൾ എന്താണെന്ന് അറിയോ? നമ്മളുടെ ഇത് പ്രകാരം, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിൽ മാക്സിമം 10 പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം 50 അല്ല കേട്ടോ. നമ്മൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ സ്പെസിഫിക് ലിമിറ്റ് ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയും ട്രസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതർ ടൈപ്പ് ഓഫ് ബിസിനസ് ഒക്കെ മാക്സിമം നമ്പർ 20 അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മേലെയൊക്കെ. പക്ഷേ
നമ്മളുടെ ഇവിടെ ബാങ്കിങ് ബിസിനസ്സിൽ എത്രയെന്ന് പറയുന്നത് 10 പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ കൊടുത്തത് കറക്റ്റ് തന്നെയാണ്. എന്നാലും ഒന്ന് ഞാൻ വെരിഫൈ ചെയ്ത് നോക്കിയതാണ്. ബിക്കോസ് അവിടെ 10 തന്നെയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ഓർഡിനറി പാർട്ട്ണർഷിപ്പ് ഫേമിലാണ് എത്ര വരുന്നത്? 50 വരുന്നത്. ബാങ്കിങ് ബിസിനസ്സിൽ 10 ആണ്. ഓർഡിനറി പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫേംസിൽ എങ്ങനെയാണ്, പാർട്ട്ണർഷിപ്പ് ഫേംസിൽ എങ്ങനെയാണ് വരുന്നത്? അതിൽ 50 ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് നോട്ടായിട്ട് തരാവേ, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ബാങ്കിങ് ബിസിനസ്സിൽ എത്രയാണ് വരുന്നത് മാക്സിമം എന്ന് വെച്ചാൽ 10 ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ, മറക്കണ്ട. 10 എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ്സിലെ മാക്സിമം ആണ്. 50 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബിസിനസ് ഓപ്പറേഷനിലെ മാക്സിമം ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോകാം. അപ്പോൾ നമ്മൾ എടുത്തത് പാർട്ട്ണർഷിപ്പ് ആണ്. മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. PSC ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇനി അടുത്തത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്താണ് നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് നോക്കാം. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ മീനിങ് ആഡിങ് എ ന്യൂ പേഴ്സൺ ഇൻ ടു എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം. നിലവിലുള്ള ഫേമിൻ്റെ കൂടെ ഒരു ന്യൂ പേഴ്സണേയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ന്യൂ പേഴ്സണെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താണ്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ മീൻസ് ആഡിങ് എ ന്യൂ പേഴ്സൺ ഇൻ ടു എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അതായത് ഒരു ന്യൂ പേഴ്സണെ ആഡ് ചെയ്യുക എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടെ. ഓക്കെ, അപ്പോൾ ന്യൂ പാർട്ട്ണർ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് വിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ റിട്ടേൺ ആയിട്ട് ഒരു ഷെയർ ആയിരിക്കും കിട്ടുക ഫ്യൂച്ചർ പ്രോഫിറ്റിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ന്യൂ പാർട്ട്ണർ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗുഡ് വിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ തിരിച്ച് അവർക്ക് റിട്ടേൺ എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഒരു ഷെയർ കിട്ടും ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേമിന്. മനസ്സിലായോ? അപ്പോൾ ഈ റിസൾട്ടിൽ അതിലൂടെ അവർ എന്ത് ചെയ്യും? ഫേം ഒന്നും കൂടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകും. ഓക്കെ, അപ്പോൾ ഒരു അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താണ്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ മീൻസ് ആഡിങ് എ ന്യൂ പേഴ്സൺ ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം വിത്ത് ദ കൺസിസ്റ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അതായത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ ഒരു ന്യൂ പേഴ്സണെ ആഡ് ചെയ്യാണ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടെ. അപ്പോൾ ന്യൂ പാർട്ട്ണർ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാപിറ്റലും ഗുഡ് വില്ലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേംസ് ആണ് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, ഒരു ഷെയർ ആയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ എന്താവണം? ചേഞ്ച് ആവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആണ്. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും സമ്മതം വേണം. ഒരു ന്യൂ പാർട്ട്ണർ എങ്ങനെ അഡ്മിറ്റ് ആകുമെന്ന് വെച്ചാൽ വിത്ത് ദ യുനാനിമസ് കൺസെൻറ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടെയാണ് ഒരു ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യുക? അഡ്മിറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്തതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ആണ്. അതായത് അവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ കൂടെ അവിടെ എന്താണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ചേഞ്ച് ആകുകയാണ്. ബിസിനസ് ഫേം കോൺസ്റ്റിറ്റ്യൂഷനും ചെയ്യുന്നതാണ് ചേഞ്ച് ആവുകയാണ്. മനസ്സിലായോ? അതാണ് അഡ്മിഷൻ ലെഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷെയറിംഗ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആണ്. ന്യൂ പാർട്ട്ണറിന് എന്താണെന്ന് വെച്ചാൽ ന്യൂ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഷെയർ. ഒരു പുതിയ പാർട്ട്ണറിന് എന്താ റൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനും, അല്ലാതെ പാസ്റ്റ് പ്രോഫിറ്റ് അല്ല. ഓക്കെ, അതാണ് ന്യൂ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് നോട്ട് പാസ്റ്റ് പ്രോഫിറ്റ്. അതാണ് ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അടുത്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ്. ന്യൂ പാർട്ട്ണർ ജനറലി അവിടെ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. അടുത്തതാണ് ഗുഡ് വിൽ കോമ്പൻസേഷൻ ആണ്. അതായത് ന്യൂ പാർട്ട്ണർ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണറിനെ ആണ് എന്ത് ചെയ്യുക? കോമ്പൻസേറ്റ് ചെയ്ത് അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയർ എന്നിട്ട് സാക്രിഫൈസ് ചെയ്യും ഗുഡ് വില്ലിലൂടെ. ഓക്കെ, അതാണ് ഗുഡ് വിൽ കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ ന്യൂ പാർട്ട്ണർ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണറിലൂടെയാണ് ന്യൂ പാർട്ട്ണർ കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവിടെ എന്താ വരിക എന്ന് വെച്ചാൽ സാക്രിഫൈസ് ചെയ്താണ് വരിക ഗുഡ് വില്ലിലൂടെ. ഓക്കെ, ഗുഡ് വില്ല് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഉദ്ദേശം അതാണ് ന്യൂ പാർട്ട്ണർ കോമ്പൻസേറ്റ് ചെയ്യും എക്സിസ്റ്റിംഗ് പാർട്ട്ണറിനെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ഗുഡ് വില്ലിലൂടെ. അടുത്തതാണ് ന്യൂ എഗ്രിമെൻ്റ് ആണ്. ന്യൂ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ ഒരു ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് വന്നിട്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ച് വരുന്ന സമയത്താണ് അവർ എന്ത് ചെയ്യുക? ഒരു ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ്
അപ്പോൾ അങ്ങനെ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ അത് പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കൂടെ എന്ത് ചെയ്യും, ചേഞ്ചസിനും കൂടെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും ചേഞ്ചസ് വരും. അതാണ് ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് റിഫ്ലക്റ്റിംഗ് ദി ചേഞ്ചസ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ടേംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഒരു ന്യൂ പേഴ്സൺ ആഡ് ചെയ്യണം എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. അപ്പോൾ എങ്ങനെ ന്യൂ പേഴ്സൺ ആഡ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടെയാണ് ഒരു ന്യൂ പേഴ്സൺ ആഡ് ചെയ്യുക. ന്യൂ പാർട്ട്ണർ വന്നിട്ട് ഇവിടെ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് വിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ ഷെയർ ആണ് കിട്ടുക. അപ്പോൾ ഇതിലൂടെ ഫേം ഒന്നും കൂടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നതും എന്താകും, ചേഞ്ച് ആകും. ഓക്കെ, അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആണ്. ഒരു ന്യൂ പാർട്ട്ണർ എങ്ങനെ അഡ്മിറ്റ് ആയി പോകുക എന്ന് വെച്ചാൽ യുനാനിമസ് കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടെയാണ് എന്ത് ചെയ്യുക, ഒരു ന്യൂ പാർട്ട്ണറെ വന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അതേപോലെ അടുത്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ആണ്. അതായത് അഡ്മിഷനിലൂടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ചേഞ്ചസ് ആണ് സംഭവിക്കുക. ഓക്കെ, അവിടെ ചേഞ്ചസ് സംഭവിക്കും. ബിസിനസ് ഒന്നുകൂടെ എന്ത് ചെയ്യും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യും ഫ്യൂച്ചർ പ്രോഫിറ്റ്. ന്യൂ പാർട്ട്ണറിന് റൈറ്റ് ആണുള്ളത് ഫ്യൂച്ചർ പ്രോഫിറ്റ് വന്നിട്ട് ഷെയർ ചെയ്യാനും. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ന്യൂ പാർട്ട്ണറാണ് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഫേമിലോട്ട്. അടുത്താണ് ഗുഡ് വിൽ കോമ്പൻസേഷൻ. ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് പാർട്ട്ണറിന് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യും. അടുത്താണ് ന്യൂ എഗ്രിമെൻ്റ് ആണ്. ഒരു ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ചസ് വരും. ഓക്കെ, ഇനി അടുത്തതാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് വിഡ്രോവൽ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുകയാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും. അപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്നിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റിലൂടെ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേം ഒന്നും കൂടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് പാർട്ട്നേഴ്സും റേഷ്യോസും എല്ലാം ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എന്തായിരുന്നു റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താണ്, വിഡ്രോ ചെയ്യണം ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും. അപ്പോൾ റിമൈനിങ് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്നിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം, എല്ലാ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ദേ വിൽ കണ്ടിന്യൂ ദ ബിസിനസ് ആഫ്റ്റർ സെറ്റിലിംഗ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഡ്യൂ. അപ്പോൾ റിട്ടയർമെൻറ്റിലൂടെ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ഫേംസ്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, റേഷ്യോ എല്ലാം ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് വോളണ്ടറി വിഡ്രോവൽ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ആരും ഫോഴ്സ് ചെയ്യാതെ സ്വയം ഇഷ്ടത്തിന് സ്വമേധയായിട്ടൊരു ഡിസിഷൻ എടുത്ത് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ദറ്റ് ഈസ് എ പാർട്ട്ണർ മേ റിട്ടയർ വിത്ത് കൺസെന്റ് ഓഫ് അതർ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ വന്നിട്ട് എങ്ങനെ റിട്ടയർ ചെയ്യണമെന്ന് വെച്ചാൽ അതർ പാർട്ട്ണറിൻ്റെ സമ്മതത്തോടു കൂടെ എന്ത് ചെയ്യണം, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയാണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യണം, പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്. അതാണ് എ പാർട്ട്ണർ മേ റിട്ടയർ വിത്ത് കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ എങ്ങനെയാണ് റിട്ടയർ ആവുകയെന്ന് വെച്ചാൽ അതർ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടെ പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം. ഓക്കെ, അടുത്താണ് ചേഞ്ചസ് ഇൻ റിലേഷൻഷിപ്പ് ആണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിട്ടയറിംഗ് പാർട്ട്ണറും ഫേമും ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ കം ടു എൻഡ്, ക്ലോസിംഗ് സ്റ്റേജിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡ്യൂസ് ആണ്. റിട്ടയറിംഗ് പാർട്ട്ണറിന് എന്തുണ്ട്, റിട്ടയറിംഗ് പാർട്ട്ണറിന് വന്നിട്ട് റൈറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബാലൻസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, ഗുഡ് വിൽ ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഏത് വരയ്ക്കാണ് റൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ടിൽ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയാണുള്ള റൈറ്റ് ഉള്ളത്. സോ ആണ് കൊടുത്തിരിക്കുന്നത് റിട്ടയറിംഗ് പാർട്ട്ണറിന് എന്തൊക്കെ റൈറ്റ് ഉണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ക്യാപിറ്റൽ ബാലൻസ്. അപ്പോൾ റിട്ടയർ ആയ പാർട്ട്ണറിന് ക്യാപിറ്റൽ ബാലൻസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, അതേപോലെ ഗുഡ് വില്ലിന് ഷെയർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ടിൽ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെ. ഓക്കെ, അതാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡ്യൂസ് കേട്ടോ. അടുത്തതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ആണ്. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സ് എങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തതിന് ശേഷം റിമൈനിങ് പാർട്ട്നേഴ്സ് എങ്ങനെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ടാണ് കണ്ടിന്യൂ ചെയ്യുക. അടുത്തതാണ് ഗെയിനിങ് റേഷ്യോ ആണ്. റിട്ടയറിംഗ് പാർട്ട്ണർ വന്നിട്ട് അവരുടെ ഷെയർ എങ്ങനെ ആരാ എടുക്കാന്ന് വെച്ചാൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ആണ് ഗെയിനിങ് റേഷ്യോയിൽ വന്നിട്ട് എടുക്കുക. മനസ്സിലായോ? അടുത്തതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ആണ്. അതായത് അസറ്റും ലൈബിലിറ്റീസും വന്നിട്ട് എന്തിനാണ് റീവാലുവേറ്റ് ചെയ്യണേ പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്ന മുന്നേ തന്നെ. ഓക്കെ,
സോ അപ്പോൾ എന്തായിരുന്നു അത്? ഇതാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ എന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യണം ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർ പാർട്ണർഷിപ്പിൽ ഫേമിൽ നിന്നും. അപ്പോൾ റിമൈനിങ് പാർട്ണർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എല്ലാ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂവും ക്ലിയർ ചെയ്തതിന് ശേഷം. അപ്പോൾ റിട്ടയർമെൻറ്റിലൂടെ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേം ഒന്നും കൂടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എന്തൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് വോളണ്ടറി വിഡ്രോവൽ ആണ്. അതായത് ഒരു പാർട്ണർ റിട്ടയർ ആവുന്നത് മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റിൻ്റെ കൂടെ പാർട്ണർ റിട്ടയർ ആകും, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം ഒരു പാർട്ണർ റിട്ടയർ ആകും. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് റിട്ടയറിംഗ് പാർട്ണറും ഫേമിൻ്റെ റിലേഷൻഷിപ്പ് അവിടെ എൻഡ് ആവുകയാണ് റിട്ടയർ ചെയ്യുന്നതിലൂടെ. അടുത്ത സെറ്റിൽമെൻറ്റ് ഓഫ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ റിട്ടയറിംഗ് പാർട്ണറിന് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബാലൻസ്, ഗുഡ് വില്ലിൻ്റെ ഷെയറും പ്രോഫിറ്റിൻ്റെ ലോസിൻ്റെയും ഷെയറും. ഓക്കെ, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരെയും ഇതൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്ത റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം എന്ന് വെച്ചാൽ റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യും ബിസിനസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ടായിരിക്കും റിമൈനിങ് പാർട്ട്നേഴ്സ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേണിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ എന്ന് പറയുന്ന ആരാണ് എടുക്കുക എന്ന് വെച്ചാൽ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ഗെയിനിങ് റേഷ്യോയിൽ എടുക്കുക. ഓക്കെ, അടുത്താണ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ അസറ്റും ലയബിലിറ്റീസും എന്തിനാണ് റീവാല്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ബിസിനസിൻ്റെ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് അഡ്മിഷൻ റിട്ടയർമെൻറ്റ് എന്ന്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതിന് മുന്നേ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് വന്നിട്ട് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നയന ഇപ്പം ക്ലിയർ ആയോ? ജയലക്ഷ്മി ഇപ്പം ക്ലിയർ ആയോ? ഇപ്പം ഓക്കെ ആണോ? ജയലക്ഷ്മി, അനശ്വര, അപർണ, നയന, ദിലിജിത്ത്, അനശ്വര, ആർദ്ര, കൃഷ്ണപ്രിയ, ക്ലിയർ ആയോ? ജയലക്ഷ്മി, ജസ്ന, ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്ന സമയത്ത് ഓരോന്ന് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെ ആൻസറും ഇപ്പോൾ 1A 2B അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു വരിക കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണറും റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ആണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ റിക്വയർ ദ കൺസെൻറ്റ് ഓഫ്. അതായത് ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആരുടെ കൺസെൻറ്റ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ റിക്വയർ ദ കൺസെൻറ്റ് ഓഫ് ആരുടെ കൺസെൻറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്, ബി 2 പാർട്ട്നേഴ്സ്, സി ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ഡി ഗവൺമെൻറ് അപ്രൂവൽ. അപ്പോൾ ഒരു ന്യൂ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് വേണം, ഓപ്ഷൻ സി. ഓക്കെ, അടുത്താണ് ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് മെയിൻലി ഒരു ന്യൂ പാർട്ട്ണർ മെയിനായിട്ട് എന്തിനാണ് അഡ്മിറ്റ് ചെയ്യണേ? ഓപ്ഷൻ എ ഇൻക്രീസ് ക്യാപിറ്റൽ, ബ്രിങ് ഗുഡ് വിൽ, സി ഇൻക്രീസ് മാനേജർ സ്കിൽ, ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് വെച്ചാൽ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഒരു ന്യൂ പാർട്ട്ണറിനെ എപ്പോഴും അഡ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻലി എന്താണ് ഓൾ ഓഫ് ദ എബോവ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനും ഗുഡ് വിൽ ബ്രിങ് ചെയ്യാനും മാനേജർ സ്കിൽ ഇൻക്രീസ് ചെയ്യാനും. ഓക്കെ, അടുത്താണ് വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ദ ഓൾഡ് പാർട്ട്ണർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ചസ്. അതായത് ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്ണർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവണം. ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ dissolution of the firm, B revaluation of the firm, revaluation of the firm, C admission of a partner, D death of a partner. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. ഓക്കെ, അടുത്താണ് ദ ന്യൂ പാർട്ട്ണർ കോമ്പൻസേറ്റ് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഫോർ ദർ സാക്രിഫൈസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബൈ ബ്രിങ്ങിങ്. ഒരു ന്യൂ പാർട്ട്ണർ വന്നിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം പ്രോഫിറ്റ് ഷെയർ. അപ്പോൾ എങ്ങനെയാണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ബി ലോൺ, സി ഗുഡ് വിൽ, ഡി റിസർവ്. അതായത് ഓപ്ഷൻ സി ഗുഡ് വിൽ ആണ് ന്യൂ പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്ണറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. അതായത് ഒരു റേഷ്യോ ഉണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ വന്നിട്ട് സാക്രിഫൈസ് ചെയ്യണം ന്യൂ പാർട്ട്ണറിൻ്റെ ഫേവറിന് വേണ്ടിയിട്ട്. അതെന്താണ്? ഓപ്ഷൻ എ ഗെയിനിങ് റേഷ്യോ, ബി സാക്രിഫൈസിങ് റേഷ്യോ, സി ഓൾഡ് റേഷ്യോ, ഡി ന്യൂ റേഷ്യോ. അപ്പോൾ ഒരു റേഷ്യോയിൽ വന്നിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ന്യൂ പാർട്ട്ണറിൻ്റെ ഫേവറിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഓക്കെ, അടുത്തതാണ്
ഓൺ അഡ്മിഷൻ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ണർ, ബി ഗുഡ് വിൽ വാല്യൂ, സി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ഡി സാക്രിഫൈസ് ഇൻ റേഷ്യോ. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അടുത്താണ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു. അപ്പോൾ റീവാലുവേഷൻ ഓഫ് അസറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എവിടേക്കാണ് ക്രെഡിറ്റ് ചെയ്യാന്നാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ റീവാലുവേഷൻ ഓഫ് അക്കൗണ്ട്, ബി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡി ഗുഡ് വിൽ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റിൽ എവിടേക്കാണ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദ എമൗണ്ട് ബ്രോഡ് ബൈ എ ന്യൂ പാർട്ട്ണർ ഗുഡ് വിൽ ഈസ് ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. അതായത് ഒരു ന്യൂ പാർട്ട്ണർ എമൗണ്ട് കൊണ്ടുവരണം, പാർട്ട്ണർ ഒരു എമൗണ്ട് ബ്രോഡ് ബൈ എ ന്യൂ പാർട്ട്ണർ ആസ് എ ഗുഡ് വിൽ ആയിട്ട് കൊണ്ടുവരണം. അത് ഓൾഡ് പാർട്ട്നേഴ്സാണ് ഷെയർ ആണ്. ഇൻ ദെയർ അത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഓൾഡ് റേഷ്യോ, ബി ന്യൂ റേഷ്യോ, സി സാക്രിഫൈസ് ഇൻ റേഷ്യോ, ഡി ഈക്വൽ റേഷ്യോ. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി സാക്രിഫൈസ് ഇൻ റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ റിസൾട്ട് ഇൻ. ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ റിസൾട്ട് ഇൻ ഓപ്ഷൻ എ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഓപ്ഷൻ ബി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം, ഓപ്ഷൻ സി കൺവേർഷൻ ഇൻ ടു ദ കമ്പനി, ഓപ്ഷൻ ഡി നോ ചേഞ്ച്. അപ്പോൾ ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഫേം ഒന്നും കൂടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്, ദാറ്റ് മീൻസ് ചേഞ്ച് ആവുകയാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ദ ന്യൂ പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഷെയർ. അപ്പോൾ ന്യൂ പാർട്ട്ണറിന് എന്ത് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ പാസ്റ്റ് പ്രോഫിറ്റ്, ബി ഫ്യൂച്ചർ പ്രോഫിറ്റ്, സി പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്, ഡി പാസ്റ്റ് ലോസസ്. അപ്പോൾ ഒരു ന്യൂ പാർട്ട്ണറിന് എന്താണ് റൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനാണ് റൈറ്റ് ഉള്ളത്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ മീൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നോക്കാം. ഓപ്ഷൻ എ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ബി ഡെസൊല്യൂഷൻ ഓഫ് ദ ഫേം, നെക്സ്റ്റ് അതേപോലെ തന്നെ വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം, ഡി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യണം ഫേമിൽ നിന്നും, അതാണ് വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ആണ് എ പാർട്ട്ണർ ക്യാൻ റിട്ടയർ ഫ്രം ദ ഫേം. ഒരു പാർട്ട്ണർ വന്നിട്ട് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുക. ദാറ്റ് ഈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, ബി അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, സി ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, ഡി ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട്ണർ എങ്ങനെ റിട്ടയർ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൾ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്താണ് ദാറ്റ് ഈസ് ഓൺ റിട്ടയർമെൻറ്റ് ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഹിസ്. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണറിന് എന്താണ് റൈറ്റ് ഉള്ളതെന്നാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഷെയർ ഓഫ് ക്യാപിറ്റൽ ഓൺലി, ബി ഷെയർ ഓഫ് ഗുഡ് വിൽ ഓൺലി, സി ഷെയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ് വിൽ ആൻഡ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ഡി സാലറി ഓൺലി. അപ്പോൾ എന്താണ് റിട്ടയർമെൻറ്റ് റിട്ടയറിംഗ് പാർട്ട്ണറിന് എന്ത് റൈറ്റ് ആണുള്ളത്? ദാറ്റ് ഈസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ് വിൽ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് ടേക്കൺ ഓവർ ബൈ ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. അതായത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ വന്നിട്ട് കണ്ടിന്യൂയിങ് പാർട്ട്ണർ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇൻ ദയർ ഓപ്ഷൻ എ ഓൾഡ് റേഷ്യോ, ബി സാക്രിഫൈസിംഗ് റേഷ്യോ, സി ഗെയിനിങ് റേഷ്യോ, ഡി ഈക്വൽ റേഷ്യോ. അപ്പോൾ എങ്ങനെ എടുക്കുക? സി ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് റിമൈനിങ് പാർട്ട്നേഴ്സ് ഗെയിൻ ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ കിട്ടാന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് സാക്രിഫൈസിംഗ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ. എന്നാണ് റിമൈനിങ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ കിട്ടുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ഓൺ റിട്ടയർമെൻറ്റ് ദ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു. റിട്ടയർമെൻറ്റിൽ റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? ഓപ്ഷൻ എ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ബി ഫൈൻ ഗുഡ് വിൽ, സി ഡിറ്റർമൈൻ ക്യാപിറ്റൽ റേഷ്യോ, ഡി അഡ്ജസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് ദ ഫേം കണ്ടിന്യൂ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷം ഫേം കണ്ടിന്യൂ ചെയ്യാന്നുള്ളതിന് എന്താ പറയുക? ഇറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, ബി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം, സി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഡി കൺവേർഷൻ ഇൻ ടു കമ്പനി. അപ്പോൾ ഒരു ഫേം റിട്ടയർമെൻറ്റിന് ശേഷം കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തതാണ് ദാറ്റ് ഈസ് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ബാലൻസ് ഓഫ് റിട്ടേണിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. റിട്ടയർമെൻറ്റിൽ റിട്ടേണിംഗ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആരൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക? ഓപ്ഷൻ എ ഹിസ് ലോൺ അക്കൗണ്ട് ഓർ പെയ്ഡ് ഇൻ ക്യാഷ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സി റീവാലുവേഷൻ അക്കൗണ്ട്, ഡി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ന്യൂ പാർട്ട്ണർ. അത് ലോൺ അക്കൗണ്ട് ഓർ പെയ്ഡ് ഇൻ ക്യാഷ് ആണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് ഓൺ റിട്ടയർമെന്റ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് ക്രെഡിറ്റഡ് ടു. റിട്ടയർമെന്റിൽ ഫേമിന്റെ ഗുഡ് വിൽ എങ്ങനെ ക്രെഡിറ്റ് ചെയ്യുക, ആരൊക്കെ ക്രെഡിറ്റ് ചെയ്യാന്നാണ്. ഓപ്ഷൻ എ ന്യൂ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്, ബി റിട്ടൈനിങ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്, സി റിമൈനിങ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡി ഓൾ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഓൾഡ് റേഷ്യോ. അപ്പോൾ റിട്ടയർമെന്റിൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം ആർക്ക് ക്രെഡിറ്റ് ചെയ്യുക, ഓൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ആണ് റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ ലീഡ്സ് ടു. പാർട്ണർ റിട്ടയർ ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക. ഓപ്ഷൻ എ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, ബി അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, സി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം, ദാറ്റ് ഈസ് ഡി ചേഞ്ച് ഇൻ ലൊക്കേഷൻ. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ആണ്. ഓക്കെ, ഇപ്പോൾ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണറും അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്ലിയർ ആയോ? കൃഷ്ണപ്രിയ, അപർണ, നയന, വെരി ഗുഡ്, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? നയന, ദിലജിത്ത്, ജയലക്ഷ്മി, അനശ്വര, അപർണ, ആർദ്ര, ക്ലിയർ ആയോ? നയന എന്താ കൺഫ്യൂഷൻ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. നല്ലോണം ഒന്ന് നോട്ട്സ് ഒക്കെ വായിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും കേട്ടോ. നയന മാറി പോകണ്ട. അതായത് ഇപ്പം നമ്മൾ ഓരോന്ന് നന്നായിരുന്ന് വായിച്ചിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അപ്പം മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് തരുന്നത് നമുക്ക് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും നോട്ട്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള തരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പ്, അതിന്റെ മീനിങ്, ഡെഫിനേഷൻ, ഫീച്ചേഴ്സ്, അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതേപോലെ അഡ്മിഷൻ റിട്ടയർമെന്റിന്റെ സമയത്ത് അതിന്റെ മീനിങ്ങും ഫീച്ചേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓരോന്ന് ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ആയിക്കോളും കേട്ടോ. ഓക്കെ, ഗെയിനിങ് റേഷ്യോ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാനല്ലേ, അപ്പോൾ ഞാൻ സൂം ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ഒന്ന് സൂം ചെയ്തിട്ടുണ്ടേ. സൂം ചെയ്തിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ എന്താണോ, അതായത് നമ്മളിപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പുതിയ പാർട്ട്ണറിനെ നമ്മൾ വന്നിട്ട് അഡ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ പാർട്ട്നേഴ്സും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴയ പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടെയാണ് പുതിയ പാർട്ട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ പുതിയ പാർട്ട്ണർഷിപ്പിൻ്റെ റേഷ്യോ ഒക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഗെയിൻ ചെയ്യും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, റേഷ്യോ ഇൻ വിച്ച് റിമൈനിങ് പാർട്ട്നേഴ്സ് ഗെയിൻ ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ഇപ്പം നമ്മൾ പറഞ്ഞത് അഡ്മിഷൻ. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ വന്നിട്ട് ഗെയിൻ ചെയ്യുമല്ലോ. ആ പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്ത് പോയതിന് ശേഷം അപ്പോൾ അവർക്ക് ആ റിട്ടേണിംഗ് പാർട്ട്നേഴ്സിന് എല്ലാ റൈറ്റും ഉണ്ട് ഗുഡ് വില്ല് കിട്ടാനും പ്രോഫിറ്റും ലോസും. പക്ഷെ അത് പോയതിന് ശേഷം ഇനി അടുത്തത് ഇവർ റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താണ്, അതും കൂടെ ഗെയിൻ ആണല്ലോ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതില്ലാതെ ഇപ്പോൾ ഒന്നുകൂടെ ഇപ്പം റിട്ടേണിംഗ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ ഇതാ നിങ്ങൾ എങ്ങനെയാണ്, ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെന്താ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഗെയിനിങ് റേഷ്യോൻ്റെ മീനിങ് ഇന്നൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ മെയിനായിട്ട് എത്ര പ്രപ്പോർഷനാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് വന്നിട്ട് അക്വയർ ചെയ്യുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും. ഓക്കെ, പാർട്ട്ണർഷിപ്പിൽ അതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അതായത് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ട്ണർ വന്നിട്ട് റിട്ടയർ ആയി പോകുകയാണ്. സോ അതിൽ നിന്നും എത്ര ഷെയർസാണ് അക്വയർ ചെയ്യുന്നതാണ് ഗെയിനിങ് റേഷ്യോ. അതാണ് ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ ദ പ്രപ്പോർഷൻ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർസ് ഓഫ് എ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട് ഇൻ എ പാർട്ട്ണർഷിപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നേരത്തെ ന്യൂ പാർട്ട്ണറിന്റെ കാര്യം പറഞ്ഞല്ലോ. അതേപോലെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും എത്രയാണ് അഡീഷണൽ പ്രോഫിറ്റ് വന്നിട്ട് അവർക്ക് റിസീവ് ചെയ്യുന്നത്, എത്രയാണ് ഗുഡ് വില്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ നിന്ന് എത്ര ഷെയർ അക്വയർ ആവുന്നുണ്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെയൊക്കെ ഡിഫറൻസ് നോക്കുന്നത് വെച്ചാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഓൾഡ്
ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലെ ഡിഫറൻസ് നമ്മൾ നോക്കുക. അതാണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ നയന. ജസ്റ്റ് സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എവിടെ കാണിക്കുകയെന്ന് വെച്ചാൽ നമ്മളുടെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. സെയിൽസ് എഴുതിയതിന് ശേഷം മൈനസ് സെയിൽസ് റിട്ടേൺ കാണിക്കുമല്ലോ, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക കേട്ടോ. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, മൈനസ് പർച്ചേസ് റിട്ടേൺ, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഫ്രൈറ്റ് കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും കേട്ടോ. ഓക്കെ ഓക്കെ സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാവേ. ഇനി നമ്മൾ നെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മുടെ അടുത്തതെന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതായത് ബിസിനസ് വൈൻഡിങ് അപ്പ് ആവുക, ദാറ്റ് ഈസ് ക്ലോസ് ചെയ്യുക. ഡിസൊല്യൂഷൻ മീൻസ് ടെർമിനേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. അപ്പോൾ ഡിസൊല്യൂഷൻ വെച്ചാൽ എന്താണ്? ഡിസൊല്യൂഷൻ മീൻസ് ടെർമിനേഷൻ ഓർ ക്ലോഷർ ഓഫ് ദ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ഫേം. അത് നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണ് പാർട്ട്ണർ റിലേഷൻഷിപ്പ് ഫുള്ളായിട്ട് ഇൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. അപ്പോൾ ഒരു ഫേം ഡിസോൾവ് ആയി കഴിഞ്ഞ് ഫേം ക്ലോസ് ആയി കഴിയുന്ന ബിസിനസ് അവിടെ സ്റ്റോപ്പ് ആകുകയാണ്. അസറ്റുകളൊക്കെ സോൾവ് ചെയ്യും, ലയബിലിറ്റീസ് ഒക്കെ കൊടുത്ത് തീർക്കും, പെയ്ഡ് ഓഫ് ചെയ്യും. റിമൈനിങ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ക്യാപിറ്റലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടെർമിനേഷൻ അല്ലെങ്കിൽ ക്ലോസർ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പിന്റെ റിലേഷൻഷിപ്പ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫേം വന്നിട്ട് ഇപ്പോൾ ഡിസോൾവ് ആയി പോയി എന്ന് വെച്ചാൽ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്, അസറ്റുകളൊക്കെ സോൾവ് ചെയ്യണം, ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യണം. അപ്പോൾ റിമൈനിങ് ബാലൻസ് ഒക്കെ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം. അപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസിൻ്റെ ആക്ടിവിറ്റീസ് ഫുള്ളായിട്ട് എൻഡ് ചെയ്യണം, ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷൻ നമുക്ക് നോക്കാവേ. ഫസ്റ്റ് വൺ ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ട്ണർ വന്നിട്ട് ചേഞ്ച് ചെയ്യാണ്. അവിടെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? അഡ്മിഷൻ, റിട്ടയർമെന്റ്, റേഷ്യോ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഫേം വന്നിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് വെച്ചാൽ എന്താണ്? റിട്ടയറിംഗ് ഫേം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എൻറ്റയർ ഫേം ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ട്നേഴ്സ് നമ്മുടെ റിലേഷൻഷിപ്പ് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? എൻഡ് ചെയ്യാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേംസ് എന്താ ഉദ്ദേശിക്കുന്നത്? എൻറ്റയർ ഫേം ഫുൾ ഫേം വന്നിട്ട് ഫുള്ളായി ക്ലോസ് ചെയ്യുകയാണ്, റിലേഷൻഷിപ്പ് വന്നിട്ട് എന്താണ്? ഫുള്ളായിട്ട് എൻഡ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ളത് എന്താണ്? ചേഞ്ച് ചെയ്യണം. അതായത് അഡ്മിഷൻ, റിട്ടയർമെന്റ്, റേഷ്യോ ഇതൊക്കെ ചേഞ്ച് ചെയ്യാണ്. ഡിസൊല്യൂഷൻ ഫേം എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഫേം ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ടെർമിനേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എൻഡിലോട്ട് വരികയാണ്. അപ്പോൾ എല്ലാ പാർട്ട്ണറും എന്ത് ചെയ്യും? CC പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും ബിസിനസ്. അപ്പോൾ ക്ലോഷർ ഓഫ് ബിസിനസ് ആണ് നെക്സ്റ്റ്. ദാറ്റ് ഈസ് ഫേം സ്റ്റോപ്പ് ചെയ്യണം എല്ലാ ബിസിനസ് ഓപ്പറേഷൻസും എന്ത് ചെയ്യണം? ഡിസൊല്യൂഷൻ ശേഷം ഫുള്ളായി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്താണ് റിയലൈസേഷൻ ഓഫ് അസറ്റ് എന്ന് വെച്ചാൽ അസറ്റ് ഫുള്ളായി സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ. ഓക്കെ, ബിക്കോസ് ബിസിനസ് ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ അതിന് ബാക്കിയുള്ള അസറ്റ് എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാനുള്ളല്ലോ യൂസ് ചെയ്യുക. അടുത്താണ് സെറ്റിൽമെന്റ് ഓഫ് ലൈബിലിറ്റീസ് ആണ്. എല്ലാ എക്സ്റ്റേണൽ ലൈബിലിറ്റീസും പാർട്ട്ണറുടെ ഡ്യൂയും സെറ്റിൽ ചെയ്യും റിയലൈസ്ഡ് ക്യാഷ് യൂസ് ചെയ്തിട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സർപ്ലസ് ഈ ഫൈൻ എന്ന് വെച്ചാൽ റിമൈനിങ് ബാലൻസ് ഇപ്പോൾ ലൈബിലിറ്റീസിനെല്ലാം പേ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ക്യാപിറ്റലായിട്ടോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടോ. അതാണ് എനി റിമൈനിങ് ബാലൻസ് ആഫ്റ്റർ പേയിങ് ലൈബിലിറ്റീസ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ഇൻ ദെയർ ക്യാപിറ്റൽ ഓർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ക്യാപിറ്റലിലോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലോ റിമൈനിങ് ബാലൻസ് എന്ത് ചെയ്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്താണ് ലോസസ് ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ആണ്. ഇഫ് ദർ ഈസ് എനി ഡെഫിഷ്യൻസി, എന്തെങ്കിലും ലോസ് ഉണ്ട് ലൈബിലിറ്റീസ് പേ ചെയ്തതിന് ശേഷം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ആണ് അത് ബോണ്ട് ചെയ്യുക, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അത് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ലീഗൽ പ്രോസസ് ആണ്. ഇപ്പോൾ ഡിസൊല്യൂഷൻ എങ്ങനെ ടേക്ക് പ്ലേസ് ചെയ്താൽ വോളണ്ടറി ആയിട്ട് ഡിസൊല്യൂഷൻ വരും, മ്യൂച്വൽ കൺസെന്റ് തമ്മിലായിട്ട് ഉണ്ടാകുക അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഓർഡർ ആയിരിക്കും ഉണ്ടാകുക ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം. ഓക്കെ, അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് അസറ്റ് എത്ര സെയിൽ ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യാനാണ്, എത്ര ലൈബിലിറ്റീസ് പേ ചെയ്തത് എന്താണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് prepared to record the sale of asset and payment of liabilities at the time of dissolution. Okay, so അപ്പോൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ടെർമിനേഷൻ ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, ക്ലോഷർ ഓഫ് ബിസിനസ്, realization of asset, settlement of liabilities, distribution of surplus, loss shared by partners, legal process, preparation of realization account. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ,
ജസ്റ്റ് സെറ്റിങ്സിൽ ക്ലിയർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാവേ. ജസ്ന, നയന, അനശ്വര, ദിലജിത്ത്, കൃഷ്ണപ്രിയ, അപർണ. ഓക്കെ, ആർദ്ര എൻ്റെ ഒപ്പം ചെയ്തു തരിക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ ഓഫ് എ ഫോം മീൻസ് എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റേഷ്യോ, ഷെയറിംഗ് റേഷ്യോ, ടെർമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ്, റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ. അപ്പോൾ ഡിസൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ടെർമിനേറ്റ് ചെയ്യണം റിലേഷൻഷിപ്പ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഈസ് ഗവേൺഡ് ബൈ എന്താണ്? കമ്പനീസ് ആക്ട് 2013, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1913, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, ഇന്ത്യൻ കോൺട്രാക്ട് 1872. അപ്പോൾ എന്താണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം അസറ്റ് ആർ റിയലൈസ്ഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ എന്താ ചെയ്യാണ്? അസറ്റ് റിയലൈസ് ചെയ്ത ലയബിലിറ്റീസ് എന്തെങ്കിലും പേ ഓഫ് ചെയ്യും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇഗ്നോർഡ്, ബി ഇൻക്രീസ്ഡ്, സി പെയ്ഡ് ഓഫ്, ഡി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ എന്താ ആൻസർ? ഓപ്ഷൻ സി പെയ്ഡ് ഓഫ് ആണ്. ഓക്കെ, അടുത്താണ് അക്കൗണ്ട് പ്രിപ്പയർഡ് ടു റെക്കോർഡ് സെയിൽ ഓഫ് അസറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ അസറ്റ് സെയിൽ ചെയ്യാനും അതേപോലെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനും ഡിസൊല്യൂഷൻ ടൈമിൽ. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്താണ് ഓൺ ഡിസൊല്യൂഷൻ ബാലൻസ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ്. എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റിസർവ് അക്കൗണ്ട്. അപ്പോൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് when a firm is dissolved, partners loans are paid. That is after payment of liabilities, before payment of external liabilities, after payment of external liabilities, but before partners capital, after payment of partners capital. അപ്പോൾ എന്താണ്? ഒരു ഫേം ഡിസോൾവ് ആയി കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ലോൺ നമ്മൾ എന്താ ചെയ്യുക? ദാറ്റ് ഈസ് ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ബട്ട് ബിഫോർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്താണ് ഓൺ ഡിസൊല്യൂഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ് ഈസ് ഡെബിറ്റഡ്. എവിടേക്കാണ് ഡെബിറ്റ് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ലോൺ അക്കൗണ്ട്. ദാറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്തതാണ് ദാറ്റ് ഈസ് ഓൺ ഡിസൊല്യൂഷൻ ഇഫ് എ പാർട്ട്ണർ ടേക്ക് ഓവർ ദ അസറ്റ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ്. ഡിസൊല്യൂഷൻ ടൈമിൽ വന്നിട്ട് പാർട്ട്ണർ അസറ്റ് എടുത്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ ചെയ്യുക? ഡെബിറ്റഡ്, ക്രെഡിറ്റഡ്, ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്, ഇഗ്നോർഡ്. എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് എ പാർട്ട്ണർ എഗ്രി ടു പേ എ ഫേം ലയബിലിറ്റി ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ്. പാർട്ട്ണർ ഫേമിന്റെ ലയബിലിറ്റി പേ ചെയ്യാൻ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ്, ക്ലോസ്ഡ്, ഇഗ്നോർ. ദാറ്റ് ഈസ് ഡെബിറ്റ്. എന്താ ചെയ്യുക? നമ്മൾ പാർട്ട്ണർ എഗ്രി ചെയ്യണം ഫേമിന്റെ ലയബിലിറ്റി പേ ചെയ്യാൻ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യുക? ദാറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ലോസ് ഓൺ റിയലൈസേഷൻ ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ഇൻ ദയർ ക്യാപിറ്റൽ റേഷ്യോ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഈക്വൽ റേഷ്യോ, ഗെയിനിങ് റേഷ്യോ. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം എന്ത് ചെയ്യുക? ലോസ് ഓൺ റിയലൈസേഷൻ വന്നിട്ട് ഷെയർ ചെയ്യുക. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ മാനേജ് ദ പ്രോസസ് ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ്. ഒരു പേഴ്സൺ റെസൊല്യൂഷനും സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന ആളെ പറയുന്നതാണ് മാനേജർ, അക്കൗണ്ട്, ലിക്വിഡേറ്റർ, റിസീവർ. ദാറ്റ് ഈസ് ആരാണ്? ലിക്വിഡേറ്റർ ആണ്. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് എ ഫേം ലയബിലിറ്റി എക്സീഡ് അസറ്റ് ഓൺ ഡിസൊല്യൂഷൻ ദ ഡെഫിഷ്യൻസി ഈസ് ബോൺ ബൈ. ഫേമിന്റെ ലയബിലിറ്റി അസറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഡെഫിഷ്യൻസി ആരാണ് ബോൺ ചെയ്യുന്നത്? ക്രെഡിറ്റർ, പാർട്ണർ, ഡെപ്റ്റർ, ബാങ്ക്. അപ്പോൾ എന്താണ്? പാർട്ണർ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ലീഡ് ടു ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം? റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, ഡെത്ത് ഓഫ് പാർട്ണർ, എക്സ്പയറി ഓഫ് പാർട്ണർഷിപ്പ് പീരീഡ്, ഇൻസോൾവൻസി ഓഫ് പാർട്ണർ. അപ്പോൾ എന്താണ് ഇത് എഫക്ട് ചെയ്ത ഏതാണ്? ദാറ്റ് ഈസ് ഇവിടെ പറഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺ ഡിസൊല്യൂഷൻ പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ ഡെബിറ്റ് ബാലൻസ്. ഇറ്റ് മീൻസ് the firm owe the partner owe the firm made profit, none of the above. ഓക്കെ, അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി പാർട്ണർ ഓഫ് ദ ഫേം. ഡിസൊല്യൂഷൻ ടൈമിൽ പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിച്ചു പറഞ്ഞാൽ പാർട്ണറാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫേം എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വെൻ എ പാർട്ണർ ഈസ് ഡിക്ലെയർ ഇൻസോൾവൻ ദ ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഈസ് ബോൺ ബൈ. ഇൻസോൾവൻ എന്ന് വെച്ചാൽ അണേബിൾ ടു പേ ദ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇൻസോൾവൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഓൾ പാർട്ണേഴ്സ് ഈക്വലി, സോൾവൻ പാർട്ണേഴ്സ് ഇൻ ദയർ ക്യാപിറ്റൽ റേഷ്യോ, സി സോൾവൻ പാർട്ണേഴ്സ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഡി ഫേം ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എന്താണ്? അതിൽ സോൾവൻ പാർട്ണേഴ്സ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ണേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം,
ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം, റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ. അപ്പോൾ എന്താ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് ലൈബിലിറ്റീസ് ആർ മോർ ദാൻ അസറ്റ്. ഫേം ഈസ് എന്തായിരിക്കും ലൈബിലിറ്റീസ് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ സോൾവെന്റ്, ഇൻസോൾവെന്റ്, ഡിസോൾവ്ഡ്, സ്റ്റേബിൾ എന്താ ഇൻസോൾവെന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് that is upon dissolution any unrecorded liability paid is debited to partner capital account, realization account, profit and loss account, cash account. Option B, realization account. Next, upon dissolution unrecorded asset realization cash is credited to option A, cash account, B, realization account, C, partner capital account, D, goodwill account. That is option B, realization account. Okay, so next one, dissolution by court may occur when partners may admit a new partner, firm become insolvent, partners agree permanent, disagree permanently, all of the above. That is all of the above cases dissolution by court occur ചെയ്യും. Okay, അപ്പം നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് എടുത്തത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതാ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയത് ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്, അതിനുശേഷം അഡ്മിഷൻ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, നെക്സ്റ്റ് എടുത്ത് ഡിസൊല്യൂഷൻ ആണ്. ഓക്കെ, എന്താ ജസ്ന നോട്ട്സ് തരുമ്പോൾ ആൻസർ റോങ് ആയത് കറക്റ്റ് ചെയ്ത് തരുമോ? നോട്ട്സ് എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഓ തീർച്ചയായിട്ടും ജസ്ന, അത് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഇപ്പം നമുക്കിപ്പം നമ്മൾ ചെയ്തതിൽ ഇപ്പോൾ ബാങ്കിങ് ബിസിനസ്സിൽ വന്നിട്ട് നമ്മൾ മാക്സിമം പാർട്ട്ണർഷിപ്പ് വന്നിട്ട് നമുക്ക് എന്താ നോട്ട് 10 ആണ്. നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ മാക്സിമം എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 50 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ലൈബിലിറ്റീസും അസറ്റ്സും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അതായിരുന്നു നമ്മൾക്ക്. അത് ലൈബിലിറ്റീസ് വന്നിട്ട് എവിടെ വരുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡും അസറ്റ് വന്നിട്ട് റൈറ്റ് സൈഡും അങ്ങനത്തെ ആയിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ജസ്ന, നയന, അപർണ, കൃഷ്ണപ്രിയ, അനശ്വര, ദിലിജിത്ത്, അപർണ, കൃഷ്ണപ്രിയ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ആൻഡ് റിട്ടയർമെൻറ്റ്, ഡിസൊല്യൂഷൻ ആണ്. വളരെ നല്ല രീതിയിൽ നന്നായി പഠിക്കുക, നല്ലോണം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് ആരൊക്കെയാണോ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുക. ഓക്കെ, താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നമ്മുടെ എംഫേവറിലോട്ട് ജോയിൻ ചെയ്യുക, നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് ബാച്ചിലോട്ട്. അതേപോലെ നമ്മളുടെ എല്ലാവരും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യണം. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് PDF നോട്ട്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. കറക്റ്റായിട്ട് നോട്ട്സൊക്കെ ഫോളോ ചെയ്യണം. നന്നായിരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് മൺഡേ ലൈവ് ക്ലാസ്സിൽ കറക്റ്റ് 7:30 തന്നെ നിങ്ങൾ വരിക. ഓക്കെ, സോ താങ്ക് യു ഓൾ. കൃഷ്ണപ്രിയ, ദിലജിത്ത്, അപർണ, ജസ്ന, അനശ്വര, നയന. ഓക്കെ, താങ്ക് യു ഓൾ. സ്റ്റഡി വെൽ. ഓക്കെ, കൺഫ്യൂസ് ആകരുത്. നമ്മുടെ ഈ വീക്കിലെ മൺഡേ ടു ഫ്രൈഡേ ഉള്ള പോർഷൻസ് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. സോ സ്റ്റഡി വെൽ. സോ കറക്റ്റ് മൺഡേ ലൈവ് ക്ലാസ്സിൽ വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.